ഇത് നമുക്കൊരു സ്പൈസിയാണ് എന്നാൽ നല്ല മധുരവും ഉണ്ടെങ്കിലോ അങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഇവിടെ ഡേറ്റ്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഡേറ്റ്സ് അച്ചാർ നമുക്ക് ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുമല്ലേ. അത് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനുവേണ്ടി ഡേറ്റ്സ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ നീക്കം ചെയ്യുക. അത് എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണേ. അതിനകത്ത് ചിലപ്പോൾ ചെറിയ ചെറിയ പ്രാണികളുണ്ടാവും, അതൊക്കെ നോക്കി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക. നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അത് ചെറിയ ചെറിയ പീസസാക്കി മുറിച്ചെടുക്കണേ. അത് നമുക്കത് നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല, അതുകൊണ്ട് അത് നല്ല ചെറിയ പീസസാക്കി മുറിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു കട്ടിയുള്ള പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ട് നന്നായി ചൂടാക്കണേ. അത് നന്നായി മൊരിഞ്ഞ് വരണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരണം. കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർക്കാം. അതെല്ലാം നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ്, ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പിടുക. മധുരത്തിന് ആവശ്യമുള്ള കുറച്ച് ശർക്കരയും കുറച്ച് പുളിയും പിഴിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് ഈ ഡേറ്റ്സ് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ അച്ചാറിൻ്റെ പണി കഴിഞ്ഞു. കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്യുക. അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചൂടുവെള്ളം ആഡ് ചെയ്യുന്നത്. നന്നായി ഇളക്കി ഒരു 10 മിനിറ്റോളം നമ്മൾ അതിനകത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ സൂപ്പർ ഒരു ഡേറ്റ്സ് അച്ചാർ റെഡിയാവും. ബിരിയാണിയുടെ കൂടെയൊക്കെ സൂപ്പറാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻജോയ് ദ റെസിപ്പി.